Good afternoon to all. Good afternoon. Good afternoon. Yeah. Good afternoon. Good afternoon, ma'am. Okay. Good afternoon. Good afternoon. Good afternoon, ma'am. Yeah. Okay. So, start the Let's start today's class with prayer, word of the day, and sign. Okay. Yeah. Start it all. Who's going to sing prayer? Sneha. Another prayer. Sneha. Okay, Sneha. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Thank you, ma'am. Okay. Then, word of the day or sign. ഞാനാണ് മാം. If you fail, never give up, because fail means first attempt in learning. Yes. Then, സൈനിങ് ഞാനാണ്. ഇത് റൈമാണ്. Bits of paper, lying on the floor, Make the place and tidy, Pick them up, Thank you. yes. Okay. So, how are you all? Fine, ma'am. Fine. Yeah. Rest കഴിക്കുന്നു. Okay. ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിക്കാൻ സമയമായിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണ് കഴിക്കുക അല്ലെങ്കിൽ അതിന് മുന്നേ കഴിക്കോ? ക്ലാസ് കഴിഞ്ഞിട്ടാണ് മാം. അപ്പൊ ചോദിക്കേണ്ട ആവശ്യം. ഓക്കെ. സോ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെ നൗൺ ആൻഡ് പ്രോനൗൺ കംപ്ലീറ്റ് ചെയ്തു. ശരിയല്ലേ? കംപ്ലീറ്റ് ചെയ്തോ? യെസ് മാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തില്ല. ഞങ്ങക്ക് മോക്ക് ടെസ്റ്റ് ഇട്ട് തന്നാ മതി മിസ്സേ, അപ്പൊ ഞങ്ങക്ക് ചെയ്യുമ്പോ അറിയാലോ മനസ്സിലായോന്ന്. മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് വരും. ഇപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യണ്ടേ? പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റീവൈൻഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നാളെ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അതൊന്ന് അറ്റൻഡ് ചെയ്യും. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മോക്ക് ടെസ്റ്റ് തരാഞ്ഞത് ഒന്ന് റിമൈൻഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ ചാപ്റ്റർ. അപ്പൊ പെട്ടെന്ന് തന്നെ മോക്ക് ടെസ്റ്റ് തരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇന്നത്തെ ക്ലാസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെ ചെയ്യാം. ചാപ്റ്റേഴ്സ് അല്ല, നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് റിക്കളക്ട് ചെയ്യാം. എന്തൊക്കെയാണ് പഠിച്ചതെന്ന് റിക്കളക്ട് ചെയ്യാം. ഓക്കെയാണ്. വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നില്ല എന്ന് ഉറപ്പ് വന്നെങ്കിൽ നമുക്ക് നാളെ അതിനുള്ള മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യാം. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ക്ലിയർ? അപ്പൊ ആരാന്ന് പറയാം നമുക്ക് ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെയൊന്ന് പറയൂ. ക്ലാസ് ആരെടുക്കുക? ക്ലാസ് അല്ല, പഠിച്ച കാര്യങ്ങളൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? ആരെങ്കിലും അല്ല, എല്ലാവരും പറയാം. പറയുമ്പോ എന്താ ഗുണമെന്ന് വെച്ചാല് നമ്മള് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്, പഠിപ്പിക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് എളുപ്പം? ഏതാണെന്ന് ചോദിക്കുന്നില്ല. നമുക്ക് ഏറ്റവും ബെറ്റർ ഏതാണ്? ഒരു കാര്യം മനസ്സിലാക്കാൻ ഏറ്റവും ബെറ്റർ ഏതാണ്? പഠിക്കുന്നതാണോ പഠിപ്പിക്കുന്നതാണോ?
പഠിപ്പിക്കുന്നതാണ്. എന്താണെന്ന് അറിയോ, നമ്മളൊരു കാര്യം ഇപ്പൊ നമ്മൾ ടീച്ചർ, നിങ്ങൾക്ക് എല്ലാം ടീച്ചേഴ്സ് ആണ്, മോണ്ടിസോറി പഠിക്കുന്ന എല്ലാവരും ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇനി എന്തായാലും അധികം നാളില്ല ഒരു ടീച്ചറായിട്ട് കയറാനായിട്ട് അല്ലെ. സോ ഒരു ക്ലാസ്സിലൊക്കെ കയറി നമ്മള് ഒരു കാര്യം ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിക്കും. ഇതെല്ലാം കാര്യങ്ങൾ പഠിക്കും. ഒരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരു സ്റ്റുഡന്റ് ക്വസ്റ്റ്യൻ ചോദിക്കോ എന്നൊരു പേടിച്ചിട്ട്, പേടിയല്ല, എന്തെങ്കിലും ചോദ്യം വന്നാല് നമുക്കത് ആൻസർ പറയാൻ പറ്റണം. അങ്ങനെ ആൻസർ പറയാൻ പറ്റണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് നേരിടണം അല്ലെ, ഫേസ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ടി എല്ലായിട്ടൊക്കെ പഠിക്കുന്നത് അതൊന്നും ആലോചിക്കണം. നമ്മള് ആ ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടിയല്ല പഠിക്കുന്നത്. എന്തിനാണ്? നമ്മൾ ക്ലാസ്സിൽ പോയി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ക്ലാസ്സിൽ പോയി പ്രസന്റ് ചെയ്യുന്നത്. അവർക്കത് മനസ്സിലാവാൻ, നിങ്ങളെടുത്ത ഒരു ടോപ്പിക് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഒക്കെ അല്ലെ. മനസ്സിലായി, ടീച്ചർ മനസ്സിലായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാ നിങ്ങളുടെ തോന്നും? ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും, ശരിയല്ലേ? അപ്പോ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു അല്ലെ. ബൈഹാർട്ട് പഠിക്കുകയാണോ ചെയ്തത് നിങ്ങൾ? ആണോ? അല്ല, മനസ്സിലാക്കി പഠിച്ചു അല്ലെ. പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് നിങ്ങൾ പഠിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് അറിവും കിട്ടും, നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ എക്സ്ട്രാ നോളജ് കിട്ടും. നിങ്ങൾ ആ കാര്യം പഠിപ്പിച്ച കാര്യം ഒരിക്കലും നമ്മൾ മറക്കുകയും. ശരിയല്ലേ? പറഞ്ഞത് ശരിയാണോ അല്ലയോ? അല്ല, ശരിയല്ല. ശരിയാ. ശരിയാണ്. അപ്പൊ പഠിച്ച കാര്യം നമ്മളൊരു പ്രസന്റ് ചെയ്യുമ്പോ നമ്മൾക്കാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, അല്ലാതെ കേൾക്കുന്നത് എനിക്കല്ല. നിങ്ങൾ പഠിച്ച കാര്യം പറയുമ്പോ ഞാൻ കേട്ടിരിക്കുകയുള്ളൂ, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? അത് ഓർത്തെടുത്ത് പറയാണ്, മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അത്രയും ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയും അറിയാം. നിങ്ങൾക്കാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്കത് മനസ്സിലായാൽ പിന്നീട് എന്താ ഗുണം? നിങ്ങൾക്ക് ഒരാളോട് പറയാൻ, ഒരു കുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പേടി കൂടാതെ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓരോ ചാപ്റ്റർ, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നിങ്ങളത് പ്രസന്റ് ചെയ്യും എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ചെയ്ത് പ്രസന്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടൈം വരുമ്പോ നിങ്ങൾക്ക് ടെൻഷനോ പേടിയോ ഒന്നും തന്നെ ഉണ്ടാകും, മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. എന്തും പ്രാക്ടീസിലൂടെയാണ് മാറുക. അല്ലാതെ നമ്മൾ ഓക്കെ മിസ് ഞാൻ ആ ടൈമിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ടൈമിൽ പറയും, പക്ഷെ പറയുന്നത് പേടിയോട് കൂടിയായിരിക്കും. അത് കേൾക്കുന്ന ആൾക്കും കാണുന്നവർക്കും മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓരോ പ്രസന്റേഷൻ ഇനി അങ്ങോട്ട് മിക്കപ്പോഴും പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ എല്ലാവരും ഒരാളെന്നല്ല കേട്ടോ, എല്ലാവരും അറ്റൻഡ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മറ്റാണ്. ഓക്കെ, അങ്ങനെ ഞാൻ നിർബന്ധിക്കുകയുമില്ല കേട്ടോ, ഇന്ന ആള് പറയണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. കാരണം നമുക്കാണ് ആവശ്യമുള്ളത്. ടീച്ചർ കോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്ന ഏറ്റവും ബെറ്റർ ആണ്. നമ്മൾക്കത് ഉള്ളിൽ തോന്നണം, എനിക്ക് പറയണം, എനിക്കൊണ്ട് പറയാൻ പറ്റും എന്ന് നമ്മൾ സ്വയം മാറണം. അങ്ങനെ മാറി വരാം. മിസ് ഞാൻ പറയാം, എത്ര തെറ്റാണെങ്കിലും മിസ് ഞാൻ പറയാമെന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, ക്ലിയർ ആയി മാം. അപ്പോ ചാപ്റ്ററിനെ കുറിച്ച് പറയണം. ആരൊക്കെ റെഡിയാണ്? അറിയാവുന്ന പോലെ പറയാം മാം. അറിയാവുന്നത് പറയാം. അതിൽ തെറ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റേക്സ് വരും. മിസ്റ്റേക്സ് വന്നാലും വിഷയം ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ പറയണം. ഓക്കെ മാം, പറയാം. വേറെ ആരൊക്കെ റെഡിയാണെന്ന് പറയും. എനിക്ക് ഓക്കെ റെഡിയാണ്. ഇനി ആരൊക്കെയുണ്ട്? ആരൊക്കെ ചാപ്റ്ററിനെ കുറിച്ച് പ്രസന്റ് ചെയ്യാൻ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, മനസ്സിലായ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ആരൊക്കെ റെഡിയാണ്? 25 സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഇതിൽ ആരൊക്കെ റെഡിയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. റെഡിയായവര് നിങ്ങളുടെ പേര് ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. നോക്കട്ടെ ആരൊക്കെ റെഡിയാണ് നോക്കട്ടെ.
ആരും റെഡിയല്ല. അങ്ങനെയാണോ? റെസ്പോണ്ട് ചെയ്യൂട്ടോ ക്ലാസ്സില്. ഞാൻ അറിയാവുന്നത് പോലൊക്കെ പറയാം. നിത്യ ഓക്കെയാണ്. വേറെ ആരുമില്ല? ഫാത്തിമ ഓക്കെ. വരട്ടെ, ഇതുപോലെ പേര് വരട്ടെ. അമ്പിളി യാ വരട്ടെ വരട്ടെ. ഫസ്റ്റ് പറയാൻ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ കൂൾ ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കൂ. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കിംഗ് അല്ലേ. മിക്കവരും ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ക്ലാസ്സിൽ പറയണല്ലോ എന്ന് പേടിച്ചു പോകുന്നതാണ്. മണ്ടത്തരാണ് ഇതെല്ലാം. ഇപ്പൊ അല്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പേടിയുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അത് അൺമ്യൂട്ട് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ഒരു പേടി വരും. പിന്നീട് നിങ്ങൾ ക്യാഷ്വൽ ആയി ക്ലാസ്സിൽ കൂൾ ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും, പ്രസന്റ് ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കും. എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തന്നെയാണ്. മോണ്ടിസോറി ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും മോണ്ടിസോറി എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായ പിള്ളേരാണ് ക്ലാസ്സിൽ. എപ്പോഴും അതെ, ഒരിക്കലും സൈലന്റ് ആയിട്ടിരിക്കില്ല. എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. ഓക്കെ, അതേപോലെ ആവണം. ആരും ഉണ്ടാതിരിക്കരുത്. ക്ലാസ്സിൽ എപ്പോഴും വൈബ്രന്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, ഡൗട്ട്സ് ചോദിക്കുക, ആക്റ്റീവ് ആയിരിക്കണം ക്ലാസ് എപ്പോഴും. ഓക്കെ, നമുക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്വയം ഒന്ന് മാറാട്ടോ. ഞാൻ എനിക്ക് ഇത്രയും ഏജ് ആയി, ഇവിടെ ഞാൻ എന്ത് പറയാനാന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ട. ക്ലാസ്സിൽ എല്ലാവരും സ്റ്റുഡൻസ് ആണ്. ഓക്കെ, നമ്മള് പണ്ട് പഠിച്ച പോലെയാണ് ഇപ്പോഴും. അങ്ങനെ ചിന്തിക്കൂ. സ്കൂളിലോ കോളേജിലോ ഇരിക്കുന്ന ഒരു ഫീല് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫോൺ ആയതുകൊണ്ട് അയ്യോ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്, അവർ കേട്ടാൽ എന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. ഓക്കെ, ആരും കേട്ടാൽ ഒന്നും വിചാരിക്കില്ല. അത് മസ്റ്റ് ആദ്യം മനസ്സിലാക്കും. ഓക്കെ, നിത്യ പറയൂ. നിത്യ, ഞാൻ വെറുതെ സംസാരിച്ചു ഒരുപാട് സമയം. പറയൂ. ആദ്യം നമ്മൾ പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പിന്നെ നൗൺ ക്ലാസിഫൈഡ് ഇൻറ്റു 4 ടൈപ്സ്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേര്, ഇപ്പം എൻ്റെ പേര് നിത്യ, അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേര് കണ്ണൂർ, അങ്ങനെയുള്ളത്. കോമൺ നൗൺസിൽ വരുന്നത് കോമൺ ആയിട്ട് പറയുന്ന ബോയ് ഓർ ഗേൾ, റിവർ, ട്രീ, അങ്ങനെയുള്ളത്. അബ്സ്ട്രാക്ട് നൗൺ പറഞ്ഞാൽ നമ്മുടെ സെൻസ് കൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തത്, അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഡെത്ത്, ബ്യൂട്ടി, പേഷ്യൻസ്, അങ്ങനെയുള്ളത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആയിട്ടുള്ളതിനെയാണ് കളക്റ്റീവ് നൗൺ. എ ബെഞ്ച് ഓഫ്, എ ജൂറി ഓഫ്, എ കമ്മിറ്റി ഓഫ്, അങ്ങനെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ചത് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ് ആയിരുന്നു. അതിനകത്ത് സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ നൗൺ സ്റ്റാൻഡ് ചെയ്യുന്ന വൺ പേഴ്സൺ ഓർ വൺ തിങ്, ബോയ് ഓർ ഗേൾ, ബുക്ക്, അങ്ങനെയുള്ളത്. പിന്നെ പ്ലൂറൽ നൗണിൽ മോർ ദാൻ വൺ, അതായത് ബോയ്സ്, ഗേൾസ്, ബുക്സ്. പിന്നെ നമ്മൾ നൗൺസ് എൻഡ് ചെയ്യണ CH, SH, X അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ലാസ്റ്റ് നമ്മൾ ES ചേർക്കുക. അതായത് ബെഞ്ച് എന്നാണെങ്കിൽ ബെഞ്ചസ്, ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസസ്, അങ്ങനെ. പിന്നെ നൗൺ എൻഡ് ചെയ്യണത് ഓയിലാണെങ്കിൽ അതിന്റെ കൂടെ S ചേർക്കുക. ഓട്ടോ, ഓട്ടോസ്, പിന്നെ കാസിനോ, കാസിനോസ്, അതുപോലെ. പിന്നെ ചില കേസിൽ ഓയില് എൻഡ് ചെയ്യണ നൗണിന്റെ കൂടെ നമ്മൾ ഏതായിരുന്നു ES ചേർക്കാറുണ്ട്. ES ചേർക്കുന്നതിന് എക്സാമ്പിള് ഒന്ന് ആലോചിച്ചോട്ടെ. മാംഗോ, മാംഗോസ്, പിന്നെ കിട്ടണില്ലല്ലോ, മാംഗോ ഓർമ്മ വരുന്നുള്ളൂ മാം, ES വരുന്നത്. പിന്നെ ഹീറോ, ഹീറോ, ഹീറോസ്, പിന്നെ ഏതാ പൊട്ടറ്റോ, പൊട്ടറ്റോസ്, അങ്ങനെയുള്ളത്. പിന്നെ നൗൺ എൻഡിങ് വിത്ത് Y വരുന്നതിന്റെ കൂടെ IES ചേർക്കും. ബേബി, ബേബീസ്, ലേഡി, ലേഡീസ്, എനിമി, എനിമീസ്, അങ്ങനെയുള്ളത്. പിന്നെ F ഓർ FEയില് എൻഡ് ചെയ്യുന്ന നൗൺസിന്റെ കൂടെ VES നമ്മൾ ചേർക്കും. നൈഫ് എന്ന് പറയുമ്പോൾ നൈസ്, KNIVES. പിന്നെ ലീഫ് എന്നുള്ള എഴുതുമ്പോൾ ലീവ്സ്.
അങ്ങനെയുള്ളത്. പിന്നെ ഏതായിരുന്നു, മാൻ, വുമൺ അങ്ങനെയുള്ളത് എൻഡ് ചെയ്യണത് മെൻ. മാൻ എന്നുള്ളത് മെൻ, MEN. വുമൺ എന്നുള്ളത് വുമൺ, വിമൻ അതുപോലെയുള്ളത്. പിന്നെ പഠിച്ചത് കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസിൻ്റെ അകത്ത് നമ്മൾ 2 or more ഡിഫറെന്റ് വേർഡ്സ് ചേർക്കുന്നു. അതായത് ബ്രദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അങ്ങനെ വരുന്നതാണ് കോമ്പൗണ്ട് നൗൺസിൽ വരുന്നത്. പിന്നെ അൺകൗണ്ടബിൾ നൗൺസും കൗണ്ടബിൾ നൗൺസും. അൺകൗണ്ടബിളിൻ്റെ അകത്ത് നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്, അതായത് ഷുഗർ, റൈസ്, വീറ്റ്, ഹെയർ അങ്ങനെയുള്ളതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ കൗണ്ടബിൾ ഉള്ളത് ഇപ്പോൾ പെൻ അല്ലെങ്കിൽ ബുക്ക്, ചെയർ അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ് കൗണ്ടബിൾ നൗൺസിൽ. പിന്നെ പിന്നെ ജെൻഡേഴ്സ് അല്ലേ മാം പഠിച്ചത്? അതാണ് എൻ്റെ ഒരു ഓർമ്മ. ജെൻഡേഴ്സ് 4 ടൈപ്സ് ഉണ്ട്. മസ്കുലിൻ, ഫെമിനൈൻ, ന്യൂട്ടർ, കോമൺ ജെൻഡർ. മസ്കുലർ ഡിനോട്ട്സ് മെയിൽ പേഴ്സൺ ഓർ ആനിമൽ, ബോയ് അല്ലെങ്കിൽ ബ്രദർ, അങ്കിൾ, ഡോഗ്, കോക്ക് അങ്ങനെയുള്ളത്. ഫെമിനൈനിൽ വരുന്നത് ഒരു ഫീമെയിൽ പേഴ്സൺ ഓർ ആനിമൽ, സിസ്റ്റർ, മദർ, ബ്രദർ, ഹെൻ അങ്ങനെയുള്ളത്. ന്യൂട്രൽ ജെൻഡറിൽ വരുന്നത് അതിന് പ്രത്യേകിച്ച് ജെൻഡർ ഇല്ല, ജീവൻ ഇല്ലാത്തത് ഒക്കെ വരുന്നത്. മാംഗോ, കോളേജ്, ബുക്ക്, പെൻ അങ്ങനെയുള്ളത്. പിന്നെ കോമൺ ജെൻഡർ, അതിൽ ഫീമെയിലോ മെയിലോ ഏത് വേണേലും വരാം. ഡോക്ടർ കോമൺ ആയിട്ട് പറയുന്നത്, സ്റ്റുഡൻറ്, ടീച്ചർ, എഞ്ചിനീയർ, നേഴ്സ് അങ്ങനെ വരുന്നതിൽ കോമൺ ജെൻഡറിൽ പെടുന്നു. പിന്നെ ഈ പറഞ്ഞ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സിൻ്റെ അകത്ത് ESS വരുന്നത്, ESS ചേർത്ത് വരുന്ന മസ്കുലിൻ ജെൻഡറിൽ പെടുന്നത്. അത് ഓതർ എന്നാണെങ്കിൽ അതിന്റെ ഓത്തറൈസ് അങ്ങനെയൊക്കെ തന്നെയല്ലേ? പിന്നെ ലയൺ, ലയണസ് അങ്ങനെയുള്ളത്. പിന്നെ ESSൽ വരുന്നത് ആക്ടർ ആണെങ്കിൽ അതിന്റെ മസ്കുലിൻ ആക്ട്രസ്, ഹണ്ടർ ആണെങ്കിൽ ഹൺട്രസ്, ടൈഗർ ആണെങ്കിൽ ടൈഗ്രസ് അങ്ങനെയുള്ളത്. പിന്നെ പഠിച്ചത് ജെനറ്റീവ് അല്ലേ? ജെനറ്റീവിന് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. ഡിറ്റർമിനേഴ്സ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്നല്ലേ മാം പറഞ്ഞേ? മൈ, യുവർ, ഔട്ട്, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ അങ്ങനെ വരുന്നതല്ലേ? എന്തിനെ കുറിച്ചെങ്കിലും പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. ഐ വാണ്ട് സം മാംഗോസ് അങ്ങനെയൊക്കെ പറയുന്നല്ലേ? പിന്നെ ജെനറ്റീവിന്റെ അകത്ത് നമ്മൾ അപ്രോസ്ട്രോഫി എസ് വരുന്ന പറയുന്നൊക്കെ അല്ലേ ജെനറ്റീവിൽ വരുന്നത്? എസ് ആഡ് ചെയ്ത് മെൻസ്, ഗേൾസ്, ബേർഡ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇത്രയല്ലേ ഉള്ളൂ. ഇതിൽ ഏതൊക്കെയോ പറയാത്തുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പറയാത്ത ഏതെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അറിയോ? ഓക്കെ, നെക്സ്റ്റ് ആരാ പറയാന്ന് പറഞ്ഞേ? ഞാനാ, അഞ്ജു. നൗണിനെ കുറിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് നമ്മൾ നൗൺ ആയിരുന്നു. നൗൺ എന്ന് പറഞ്ഞാൽ ദ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ് അങ്ങനെയൊക്കെ വരും. നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 kinds: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. അതിന് പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഈസ് എ പെർട്ടിക്കുലർ നെയിമിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഒരു സ്ഥലം, ഇപ്പൊ കണ്ണൂര്, അമ്മു അങ്ങനെയൊക്കെ വരും. കോമൺ നൗൺസ് പറയുമ്പോൾ ആ
പേര് പോലെ തന്നെ കോമൺ ആയി പറയുന്നത് ബോയ്, ആനിമൽ, റിവർ, ചെയർ, പ്ലേസ് അങ്ങനെയൊക്കെ പറയും. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ വി കാണ്ട് ഒബ്സർവ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തത്, അത് ബ്യൂട്ടി, യൂത്ത്, ചൈൽഡ്ഹുഡ് അതോ അങ്ങനെയൊക്കെ വരും. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നത്, ജൂറി, പാർലമെന്റ്, ബെഞ്ച്, ബാൻഡ് അങ്ങനെയൊക്കെ വരുന്നതാണ്. അടുത്ത നമ്മൾ പഠിച്ചത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗണിനെ കുറിച്ചാണ്. ഇതിൽ കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ നൗൺ വിച്ച് ക്യാൻ ബി കൗണ്ടഡ് ഈസ് കൗണ്ടഡ് നൗൺ. അതായത് ബുക്ക്, ചെയർ, ഗേള് അതൊക്കെ കൗണ്ടബിൾ നൗണിൽ വരും. നൗൺ വിച്ച് കാണ്ട് ബി കൗണ്ടഡ് അൺകൗണ്ടബിൾ നൗൺ പറയും. അതിൽ ഷുഗർ, എയർ, വാട്ടർ അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ പഠിച്ചത് പ്ലൂറൽ നൗൺ ആണ്. എ നൗൺ ദാറ്റ് റിഫർ ടു മോർ ദാൻ വൺ പേഴ്സൺ ഓർ തിങ് ഓർ ഇല്ലെങ്കിൽ ഐഡിയ, അതിനൊക്കെ നമ്മൾ പ്ലൂറൽ നൗൺ എന്ന് പറയും. അതിൽ തന്നെ നമ്മൾ പല ഇതിൽ പഠിച്ചു. വേർഡ് പ്ലസ് എസ് വെച്ച് തുടങ്ങുന്നത്, അതായത് ഗേള് വരുമ്പോൾ ഗേൾസ് ആവും, കൗ വരുമ്പോൾ കൗസ് ആവും, അങ്ങനെ ഹാൻഡ് വരുമ്പോൾ ഹാൻഡ്സ് ആവും, അങ്ങനെ വരും. അതേപോലെ തന്നെ എസ്, സെഡ്, എച്ച്, സി എച്ച് എന്നിവയിൽ അവസാനിക്കുമ്പോൾ ഇ എസ് ആയിരിക്കും. ഉദാഹരണത്തിന് ലഞ്ച്, ലഞ്ചസ്, ക്ലാസ്, ക്ലാസ്സസ്, വാച്ച്, വാച്ചസ് അങ്ങനെ ഓരോന്ന് വരും. പിന്നെ കൺസണന്റ് പ്ലസ് വൈ വെച്ച് വരുമ്പോൾ അതിന്റെ ഇത് ഐ ഇ എസ് ആവും. അതായത് ലേഡി, ലേഡീസ് ഐ ഇ എസ് ആവും അവിടെ വരിക. കോപ്പി, കോപ്പീസ്. പിന്നെ വവൽസ് പ്ലസ് വൈ വെച്ച് എൻഡ് ആവുമ്പോൾ അതിന്റെ വരുന്നത് എ, ഇ, ഐ, ഒ, യു ആയിരിക്കും. അതായത് ബോയ്, ബോയ്സ്, ടോയ്, ടോയ്സ് അങ്ങനെ വരും. എസ് ആയിരിക്കും അതിന്റെ പ്ലൂറലായിട്ട് വരുമ്പോൾ. പിന്നെ എഫും എഫ് ഇയും പിന്നെ എൻഡിങ്ങിലായി വരുമ്പോൾ വി ഇ എസ് ആയിരിക്കും. അതിന് ഉദാഹരണമാണ് വൈഫ്, അതിന്റെ വി ഇ എസ് ആയിരിക്കും. വൈഫ്സ് അങ്ങനെയായിരിക്കും. അതിന്റെ വേറെ ഉദാഹരണമാണ് സെൽഫ്, സെൽഫ്സ് അങ്ങനെ വരിക്കും. പിന്നെ ഇതില് എക്സെപ്ഷൻ കേസ് റൂഫ്, റൂഫ്സ് എന്നായിരിക്കും വരിക. പിന്നെ ഓ വെച്ച് വരുന്നത് ഓ എൻഡ് ആവുന്നത് ഇ എസ് ആയിരിക്കും. ഇത് പറഞ്ഞ പോലെ മാംഗോ, മാംഗോസ്, ഹീറോ, ഹീറോസ്, ടൊമാറ്റോ, ടൊമാറ്റോസ് ഇ എസ് ആയിരിക്കും അതിന്റെ വരിക. പിന്നെ അതേപോലെ തന്നെ പിന്നെ ചേഞ്ച് ഇല്ലാത്തത്, പിന്നെ അതായത് ഷീപ്പ്, ഷീപ്പ് അത് തന്നെയാണ്. ഡീർ, ഡീർ തന്നെ ആയിരിക്കും. ഫിഷ്, ഫിഷ് തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ ശരിയല്ലേ മിസ്? ഇനി അടുത്തതാണ് ജെൻഡർ. ജെൻഡർ നമുക്ക് ജെൻഡർ 4 ആയി തിരിക്കാം. ഒന്ന് മസ്കുലിൻ, ഫെമിൻ, ന്യൂട്ടർ ആൻഡ് കോമൺ. അതിൽ മസ്കുലിൻ ജെൻഡർ പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ, മെയിൽ ഓർ മെയിൽ ആനിമൽ ഒക്കെ വരും. കിങ് ഒക്കെ മസ്കുലിൻ ജെൻഡറിൽ വരും. ഇനി ഫെമിൻ ജെൻഡറിലാണെങ്കിൽ ഫീമെയിൽ ഓർ ഫീമെയിൽ ആനിമൽ, ക്യൂൻ ഒക്കെ ഫെമിൻ ജെൻഡറിൽ വരും. പിന്നെ ന്യൂട്രലിൽ വരുന്നത് ജെൻഡർ ഇല്ലാത്തത്, ജീവൻ ഇല്ലാത്തൊക്കെ വരും. മാംഗോ, കോളേജ്, ബുക്ക്, പെന്ന് അതൊക്കെ അതിൽപ്പെടും. കോമൺ ആവുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ രണ്ടും പെടും. പിന്നെ ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ് പഠിച്ചു. പിന്നെ ജെനറ്റീവ് പറയുമ്പോൾ നമ്മൾ ഓണർഷിപ്പിനെ പറയാന് അപ്പോസ്ട്രോഫി എസ് വെച്ചും ഓഫ് വെച്ചും പറയാം. അതായത് ചൈൽഡ് ടോയ് പറയുമ്പോൾ ഓഫ് വെച്ച് പറയുമ്പോൾ ദ ടോയ് ഓഫ് എ ചൈൽഡ് എന്ന് പറയാം. അങ്ങനെ ഓരോന്ന്. പിന്നെ ഡിറ്റർമൈൻസ് പറയുമ്പോൾ എ ഡിറ്റർമൈനർ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ എ ഫ്രണ്ട് ഓഫ് എ നൗൺ ടു ടെൽ അസ് സംതിങ് അബൌട്ട് ഇറ്റ്. അതായത് മൈ, യുവർ, ഔട്ട്, ഇറ്റ്സ്, ദെയർ ഒക്കെ പറയാം. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. കഴിഞ്ഞു. ഫാത്തിമ. എനിക്ക് നല്ലോണം പറയാനൊന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറയാം. ശരിയല്ലേ മിസ്? ഒന്നും ചോദിക്കണ്ട, അങ്ങോട്ട് പറഞ്ഞു പോകും. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ഓർ പ്ലേസ് ഓർ തിങ്സിനെയാണ് നൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗൺസ് 4 ടൈപ്പ് ഉണ്ട്. പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പേരിനെ ഉദ്ദേശിക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നൗൺസ്, പ്രോപ്പർ നൗൺസ്. പിന്നെ കോമൺ നൗൺസ് എന്ന് പറയുമ്പം
കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ബോയ്സ്, ഗേൾസ്, പിന്നെ അനിമൽ, അങ്ങനെ ഒരു ഹോട്ടലിന്റെ ഒരു ഹോട്ടൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ കോമൺ നൗൺസ്. പിന്നെ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 സെൻസ് കൊണ്ട് ആക്കാൻ പറ്റാത്തത് എന്താ പറയാ, അതെ എന്താ ചൈൽഡ്ഹുഡ് അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇതിനെയാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ കഴിയുന്ന ഇതിനെയാണ് കൗണ്ടബിൾ എന്ന് പറയുന്നത്. ബുക്ക്, ചെയർ, ഡെസ്ക് ഇതൊക്കെ നമുക്ക് എണ്ണാൻ കഴിയും. അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ എണ്ണാൻ കഴിയാത്തത്, ഓയിൽ, ഷുഗർ, അങ്ങനെയൊക്കെ ആണ് പറയുന്നത്. പിന്നെ അടുത്തത് പഠിച്ചത് പ്ലൂറൽ നൗൺസ് എന്താ സിംഗുലാർ നൗൺസിനെ എന്താ പറയാ, പ്ലൂറലാക്കുന്നതാണ്. അതായത് ഗേൾസ്, സ്റ്റുഡൻസ്, ട്രീസ് അങ്ങനെയൊക്കെ വരുന്നത്. അതില് എക്സ്, CH, SH ഒക്കെ വരുമ്പോ ES എൻഡിങ് വരുമ്പോ ES ആണ് വരുന്നത്. അതായത് ബസ്സസ്, ഫോക്സസ്, ചർച്ചസ് അങ്ങനെയൊക്കെ. പിന്നെ വൈ വരുമ്പോ IES വരും. ബേബീസ്, പപ്പീസ് അങ്ങനെ. പിന്നെ ആക്ടിവിറ്റീസ്, അപ്പൊ അത് IES വരും. പിന്നെ വൊവൽസിന്റെ പ്ലസ് Y വരുമ്പോ S ആണ് വരുന്നത്. അതായത് ബോയ്സ്, ടോയ്സ് അങ്ങനെ. പിന്നെ എൻഡിങ് വിത്ത് F അല്ലെങ്കിൽ FE വരുമ്പോ VES വരും. വൈഫ്സ്, നൈഫ്സ് അങ്ങനെ. പിന്നെ എന്താ പിന്നെ ഒന്നും ചേഞ്ച് ഇല്ലാതെ റൂഫ് വന്ന റൂഫ്സ് അങ്ങനെ. പിന്നെ O വരുന്നത് ES വരുന്നത്. മാംഗോസ്, പൊട്ടറ്റോസ്, ടൊമാറ്റോസ് അങ്ങനെ. പിന്നെ വേറെ ചേഞ്ച് ഒന്നും വരത്തില്ല. പിയാനോസ്, ഫോട്ടോസ് അതൊന്നും വേറെ ചേഞ്ച് ആവത്തില്ല. പിന്നെ അതുപോലെ അടുത്ത് പഠിച്ചത് ജെൻഡറിനെ കുറിച്ച്. ജെൻഡറും 4 ടൈപ്പ് ഉണ്ട്. മസ്കുലൈൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്ടർ ജെൻഡർ, പിന്നെ കോമൺ. അപ്പം മസ്കുലൈൻ എന്ന് പറയുമ്പോൾ മെയിൽ ഓർ അനിമലിനെ എന്നാണ് പറയുന്നത്. ബോയ്, ഫാദർ, ഡോഗ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ഫെമിനൈൻ മെയിൽ പേഴ്സൺ, അനിമൽ, ഗേള്, മദർ, സിസ്റ്റർ, ഡോട്ടർ അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ ന്യൂട്രിയൻ എന്ന് പറയുമ്പോൾ ഒരു ആൺ പെണ്ണും അല്ല മെയിൽ ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഇത്. മാംഗോ, ബുക്ക്, കോളേജ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ കോമൺ എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഉൾപ്പെടും. അത് ഡോക്ടർ, ടീച്ചർ, സ്റ്റുഡൻറ് ഉണ്ട്. പിന്നെ പഠിച്ചത് ജെനറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, വരുന്നത് എന്താ മലയാളത്തിൽ പറയണെങ്കിൽ ഇന്റെ ചേർക്കാൻ, വൈഫിന്റെ അങ്ങനെയൊക്കെ ചേർക്കുന്നതിന് ഇതായിട്ട് ആണ് ഇത് ജെനറ്റീവ്. എന്തോ അതിന് എക്സാമ്പിൾ പറയാൻ എനിക്കറിയത്തില്ല.
ജെന്റി വേണ്ടാന്നറിയാലോ, കുഴപ്പമില്ല. ഓക്കെ, ടെൻഷനാണ് ആണോ ഫാത്തിമ? എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെയൊന്നും സംസാരിക്കാൻ ഭയങ്കര ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇതൊക്കെ. നമുക്ക് പയ്യെ മാറ്റാം. ഇപ്പൊ കുറച്ചൊക്കെ കൂളായി. ഇപ്പൊ ഓക്കെ. ഇപ്പോഴാണ് ഞാൻ ഇത്തിരിയെങ്കിലും സംസാരിക്കുന്നത്. ഇത്രയെങ്കിലും അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ ഫാത്തിമ. നെക്സ്റ്റ് അമ്പിളി. ആ മാഡം, ഞാൻ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, ഇപ്പോ ഞാൻ നോട്ട് ചെയ്തത് വെച്ചിട്ട് പറയാം. നമ്മള് ഫസ്റ്റ് ചാപ്റ്റർ നോണിനെ കുറിച്ചാണ് പഠിച്ചത്. നോൺ ആസ് എ നെയിം ഓഫ് പേഴ്സൺ. നോൺ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: പ്രോപ്പർ നോൺ, കോമൺ നോൺ, അബ്സ്ട്രാക്ട് നോൺ, കളക്റ്റീവ് നോൺ. അതില് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാതും ഒരു വസ്തു ആയിരിക്കും. ആ വസ്തുവിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതിന് ഒരു പേരുണ്ടായിരിക്കും. അപ്പോൾ നെയിം ആണെങ്കിലും നമ്മൾ നമ്മൾ ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതിനാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാത്തിനും ബേസിക് ആയിട്ടൊരു ഇതുണ്ടാവും. അതാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ജ്വല്ലറി, അങ്ങനെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഇതിനാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. പിന്നെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അബ്സ്ട്രാക്ട് നൗൺ ആയി പറയുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെയാണ് പറയുന്നത്. ഒരു ക്ലാസ് റൂം, പിന്നെ നമ്മളൊരു ഒരു ടീം, അങ്ങനെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ. പിന്നെ അടുത്തത് പഠിച്ചത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ആണ്. അത് കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയുന്നതാണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയാത്തതാണ്. അപ്പോൾ അൺകൗണ്ടബിൾ നമുക്ക് ഓയില്, വാട്ടർ, അങ്ങനെ വരും. പിന്നെ കൗണ്ടബിളിൽ നമുക്ക് ചെയർ, ഡ്രസ്സ്, അങ്ങനെ എക്സെട്ര കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ പ്ലൂറൽ നൗണിൽ നമ്മൾ ആണ് പിന്നെ നമ്മൾ നോക്കിയത്. അത് എക്സാമ്പിൾ ഗേൾ ആൻഡ് ഗേൾസ്, ബസ്സസ്. കോൾഡിന്റെ പ്രശ്നമുണ്ട് മാഡം, അതാണ്. പിന്നെ ബസ്, ചർച്ചസ്, അങ്ങനെ വരും. പിന്നെ നമ്മൾ പ്ലൂറൽ നൗണിൽ പിന്നെ നമ്മൾ വൈയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ LES ആണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ബേബി, ബേബീസ്, അങ്ങനെ. പിന്നെ വവൽ F എൻഡ് വരുമ്പോൾ നമ്മൾ ഇപ്പോൾ വൈഫ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വൈഫ്സ് ഉപയോഗിക്കും. അങ്ങനെ ലീഫ് ആവുമ്പോൾ ലീവ്സ്, അങ്ങനെ ഉപയോഗിക്കും. പിന്നെ F ആണ് വരുന്നത്. ചിലതിൽ നമുക്ക് അങ്ങനെ O ആണ് വരുന്നത് എങ്കിൽ മാംഗോ, മാംഗോസ്, പൊട്ടറ്റോസ്, ഫോട്ടോസ്, അങ്ങനെ S മാത്രമാണ് വരുന്നത്. പിന്നെ മാഡം, ഞാൻ അടുത്ത ക്ലാസ് മാഡം എടുത്തില്ല, ഞാൻ റെക്കോർഡ് ക്ലാസ് ആണ് കണ്ടത്. അപ്പൊ എനിക്കത് ക്ലിയർ ആയില്ല. അപ്പൊ അത് ഒന്നും കൂടെ കാണണം, എന്നിട്ട് പറയാം. കുറച്ച് പനിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇത് നമ്മള് ഇപ്പോ നൗൺ ആൻഡ് പ്രോൺ ആണ്. അതാണ് നമ്മുടെ ചാപ്റ്ററിന് പേരിട്ടോ. അതുകൊണ്ട് നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ നൗൺ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, പ്രോണോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി വിചാരിച്ചിട്ട് മോക്ക് ടെസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി മാത്രമേ മോക്ക് ടെസ്റ്റ് തരുള്ളൂ കേട്ടോ. എല്ലാവരോടും കൂടിയാണേ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഇനി ആരാ പറയാ? ഞാൻ പറയട്ടെ? പ്രത്യക്ഷ. ഓക്കെ. യൂണിറ്റ് നൗൺ ആൻഡ് പ്രൊനൗൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. നൗൺ എന്ന് പറഞ്ഞാൽ നാമം, പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം എന്ന് പറയും മലയാളത്തില്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നെയിം അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്ലേസ്, ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നൗണ്. നൗൺ മെയിനായിട്ട് 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നെയിം, ഇൻഡിവിജ്വലി സ്പെസിഫൈ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ നെയിമിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലേസിന്റെ പേരാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും
സാധനങ്ങൾ തിങ്സിന്റെ ആവാം, അല്ലെങ്കിൽ ഒരു ആളുടെ പേരാവാം. ഇതൊക്കെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കോമൺ നൗൺ. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന നെയിംസ് ആണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അത് ഇത് ജനറലി യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും പ്ലേസോ തിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലേസസ്, ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലാതെ ഓൾ പ്ലേസിനെ കോമൺ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, കോമൺ നൗണിൽ ഉൾപ്പെടുത്തും. ഹോട്ടൽ, ആനിമൽസ് ആണെങ്കിൽ ആനിമൽസ്. ഇപ്പം ഡോഗ് എന്ന് പറയുന്ന ഒരു ആനിമൽ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോപ്പർ നൗൺ ആവും. കോമൺ നൗൺ ആണെങ്കിൽ ആനിമൽസ്, ഓൾ ആനിമൽസിനെ നമ്മൾ കോമൺ നൗൺ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സ്റ്റുഡൻസ്, ജുവലറീസ്, തിങ്സ്, എക്സെട്ര. നെക്സ്റ്റ് വൺ ഈസ് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്സർവ് ചെയ്യും, വി ക്യാൻ ഒബ്സർവ് യൂസസ് അവർ 5 സെൻസ്. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത നൗൺസിനെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ ഹാപ്പി, അല്ലെങ്കിൽ പേഷ്യൻസ്, ഡെത്ത്, ഈഗോ, ഇങ്ങനെയുള്ളതൊക്കെ അബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, അങ്ങനെയുള്ളതിനെ, ഒരു കൂട്ടം ആയിട്ടുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കളക്റ്റീവ് നൗൺ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീം, ഫാമിലി, അല്ലെങ്കിൽ ക്രൗഡ്, ക്ലാസ്, അല്ലെങ്കിൽ ഓഡിയൻസ്, ഗ്രൂപ്പ് ഓഫ് കമ്മിറ്റീസ്, അങ്ങനെയുള്ളതൊക്കെ കളക്റ്റീവ് നൗണിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ഈസ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ നെയിംസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ് എക്സാക്ട്ലി ഇൻ കൗണ്ടബിൾ, കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബുക്ക്, ചെയർ, ഡെസ്ക്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺസ് വിച്ച് കനോട്ട് ബി കൗണ്ടഡ് എക്സാക്ട്ലി, കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇതിനെയും നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ വാട്ടർ, ഓയിൽ, ഷുഗർ, എക്സെട്ര. ദെൻ നെക്സ്റ്റ് പഠിച്ചത് പ്ലൂറലും സിംഗുലറും. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു ഡിനോട്ട്സ് വൺ പേഴ്സൺ ഓർ തിങ്, ഒരാളെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് സിംഗുലർ നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ്, ഗേൾ, ഇതൊക്കെ സിംഗുലർ നൗണിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലൂറൽ. പ്ലൂറലിനെ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുള്ളതിനെ എല്ലാം നമ്മൾ പ്ലൂറലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ബോയ്സ്, ഗേൾസ്. അതിൽ തന്നെ എസ് യൂസ് ചെയ്യുമ്പം, എന്ത് ഗേൾ ആണെങ്കിൽ ഒരു വേർഡിന്റെ കൂടെ എസ് യൂസ് ചെയ്യുമ്പം അത് പ്ലൂറൽ നൗൺ ആവുന്നു. അതേപോലെ വൗവൽസ് ആയിട്ടുള്ള എ, ഇ, ഐ, ഒ, യു, അങ്ങനെയുള്ള ലെറ്റേഴ്സ്, വേർഡ്സ് വരുമ്പം അതിന്റെ കൂടെ നമ്മൾ വൈ അല്ലെങ്കിൽ എസ് ആഡ് ചെയ്യുന്നു. അതേപോലെ കൺസണന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സ് അല്ല, ഓൾ അതർ ലെറ്റേഴ്സ് ആർ കൺസണന്റ് ലെറ്റേഴ്സ് ആയിട്ടുള്ളതിന്റെ കൂടെ നമ്മൾ ഇ എസ് ആഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോക്സ് എന്ന് പറയുന്നതിന് ബോക്സസ്, പിന്നെ ഡിഷസ്, അങ്ങനെയുള്ളത്. പിന്നെ വൈ വെച്ചിട്ട് ആഡ് ചെയ്യുന്ന കൺസണന്റ് പ്ലസ് വൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഐ എസ് ആഡ് ചെയ്യേണ്ടി വരും. ബേബി എന്നുള്ളതിന്റെ ലാസ്റ്റ് ലെറ്റർ വൈ ആണ്. ബട്ട് നമ്മളത് പ്ലൂറൽ ആക്കണമെന്നുണ്ടെങ്കിൽ വൈ മാറ്റി അവിടെ ഐ എസ് ചേർക്കേണ്ടി വരും. അതേപോലെ ലേഡി എന്നുള്ളത് വൈ ആണ് ലാസ്റ്റ്, അത് നമ്മൾ വൈ മാറ്റി ഐ എസ് ആക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ളതൊക്കെ പ്ലൂറലിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ജെൻഡേഴ്സിനെ കുറിച്ചാണ്. ജെൻഡേഴ്സ് ആണെങ്കിലും മെയിൻലി 4 ടൈപ്സ് ജെൻഡേഴ്സ് ഉണ്ട്. മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ന്യൂട്ടർ ജെൻഡർ ആൻഡ് കോമൺ ജെൻഡർ. മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ പേഴ്സണെ അല്ലെങ്കിൽ ആനിമലിനെയോ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ ബോയ്, അല്ലെങ്കിൽ ബ്രദർ, ഫാദർ, അങ്ങനെയുള്ളത്. ഫെമിനിൻ എന്ന് പറഞ്ഞാൽ അതിൽ ആ ജെൻഡറിൽ തന്നെയുണ്ട് ഫെമിനിൻ. അത് ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫെമിനിൻ എന്ന് പറയുന്നത്. ഗേൾ, മദർ, സിസ്റ്റർ, അങ്ങനെയുള്ള എക്സെട്ര. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ലൈഫ്ലെസ്, അതായത് രണ്ടിലും പെടുന്ന ന്യൂട്രലായിട്ട് നിൽക്കുന്നതാണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ അത് നൈദർ ഫീമെയിൽ ആവാം, മെയിൽ ആവാം. മാംഗോ, കോളേജ്, ബുക്ക്, അതെല്ലാം ഒരു ലൈഫ്ലെസ് തിങ്ങിനെയോ ഒരു പേരിനെയോ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റ്സ് ഐദർ എ മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ, അതൊരു മെയിൽ ആവാം, ഫീമെയിൽ ആവാം. ബട്ട് നമ്മൾ ടീച്ചർ എന്നാണ് പറയുന്നത് എല്ലാവരെയും. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത് മെയിൽ ആവാം, ഫീമെയിൽ ആവാം. സ്റ്റുഡൻസ് മെയിൽ ആവാം, ഫീമെയിൽ ആവാം. അങ്ങനെയുള്ള എല്ലാ
കോമൺ ആയിട്ടുള്ളത് ജെൻഡേഴ്സിനെ എല്ലാം കോമൺ ജെൻഡർ എന്ന് പറയുന്നു. പിന്നെ ഡിറ്റർമിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നൗണിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിറ്റർമിനേഴ്സ്. അപ്പൊ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എക്സാമ്പിൾ ഒരു ഇപ്പം മൈ നെയിം ഈസ് അങ്ങനെ നമുക്ക് പറയാം. അത് ആ മൈ എന്ന് പറയുന്ന അവിടെ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് ഡിറ്റർമിനായിട്ട് യൂസ് ചെയ്യുന്നു. യുവേഴ്സ് നെയിം ഈസ് അങ്ങനെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും ആ യുവേഴ്സ് മൈ എന്നൊക്കെ ഉള്ളത് ശരിക്കും നമ്മൾ ആ ഒരു നൗണിന് ഫ്രണ്ടിൽ ചേർക്കുന്ന, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയാണോ എന്ന് അറിയില്ല മാം. അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനെ നമ്മൾ ഡിറ്റർമിനസ് എന്ന് പറയുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജെനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. എപ്പോഴും ഒരു പൊസഷൻ അല്ലെ, പൊസഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഓണർഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ജെനിറ്റീവ് എന്ന് പറയുന്നത്. അതെപ്പോഴും നമ്മളൊരു അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ടായിരിക്കും നമ്മളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നൗണിന് മുൻപിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, നൗണിനെ കുറിച്ച് സംതിങ് ടെൽ അബൌട്ട് നൗൺ. ഓക്കെ, അതാണ് എന്താ ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് മൈ കാർ എന്ന് പറയുമ്പോൾ മൈ കാർ എന്ന് പറയുന്ന നൗണിന് മുൻപ് യൂസ് ചെയ്യുന്നതാണ് മൈ. അതൊരു ഡിറ്റർമിനേഴ്സ് ആണ്. സോ ഇങ്ങനെ പഠിച്ചാലും മതി. പക്ഷെ നമ്മൾ പ്രോണൗൺ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? സൽമ പറയുന്നുണ്ടോ? സൽമ, ദീപ്തി, ഇവാൻ പറയാം. യൂണിറ്റ് 2 ആണ് നമ്മൾ പഠിച്ചത്. യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രൊനൗൺ. നൗൺ എന്ന് വെച്ചാൽ ഒരു നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതായത് ഒരു പേഴ്സന്റെ ഒരു പേഴ്സൺ, ഒരു പ്ലേസിന്, ഒരു തിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് നൗൺ. അതിൽ വരുന്നത് നൗണിനെ 4ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ ഒരു മിനിറ്റ്. സൽമ പോയില്ല കേട്ടോ. അവിടെ തന്നെയുണ്ട്. ക്യാമറ ഞാൻ ഓഫ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അല്ലല്ല, ഡിസ്റ്റർബൻസ് ആയിട്ട് കാരണതാ. അടുത്ത പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ വെച്ചാല് ഒരു പ്രോപ്പർ നൗൺ വെച്ചാൽ പർട്ടിക്കുലർ നെയിം, ഒരു പ്ലേസ് ഓർ തിങ്. ഇതിനാണ് പ്രോപ്പർ നൗൺ. അതായത് ഒരു പേരോ, ഒരു പേഴ്സന്റെ പേരോ, സൽമ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേരോ, കണ്ണൂര്, തൃശ്ശൂര്, അങ്ങനെ ഒരു തിങ്, ഒരു സാധനത്തിന്റെ പേരോ, ചെയർ, അങ്ങനത്തെ ഒരു അതിനാണ് പ്രോപ്പർ നൗൺ പറയുന്നത്. കോമൺ നൗൺ എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വുമൺ, അതൊരു ഒരു കോമൺ വിഭാഗം. അതുപോലെ എനിമൽ, ബോയ്, കിങ്, സ്റ്റുഡൻസ്, അങ്ങനെയുള്ളതിനാണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ സെൻസ്, നമ്മളെ 5 സെൻസ് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ്. അതായത് ഡെത്ത്, ബ്യൂട്ടി, ഇതാണ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പ്ലഷർ, പേഷ്യൻ, ചൈൽഡ്ഹുഡ് തുടങ്ങിയവയൊക്കെ. കളക്റ്റീവ് നൗൺ പറഞ്ഞാല് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നെയിം ഓഫ് ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ പീപ്പിൾ ഓർ ആനിമൽ, അല്ലെങ്കിൽ തിങ്സ്. അതായത് ഒരു കൂട്ടം, അതായത് ഒരു എക്സാമ്പിൾ പറയാണ് ക്രൗഡ് ഓഫ് പീപ്പിൾ. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, എ ട്രൂപ്പ് ഓഫ് പെർഫോമേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. ആർമി, ക്ലാസ്, ഗ്യാങ്, ഇങ്ങനൊക്കെ എക്സാമ്പിൾ ആണ് അതിന്റെ. അതുപോലെ തന്നെ അടുത്തതാണ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും, അൺകൗണ്ടബിൾ കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തതും. കൗണ്ടബിളിന് എക്സാമ്പിൾ ബുക്ക്, ചെയർ, ഡെസ്ക്, ഗേൾ, അങ്ങനെ തുടങ്ങിയ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ എന്ന് വെച്ചാൽ വാട്ടർ, ഓയിൽ, ഷുഗർ, ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തതിനാണ് അൺകൗണ്ടബിൾ നൗൺ പറയുന്നത്. ഈ ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺ. പ്ലൂറൽ നൗൺ സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ബോയ് ആണെങ്കിൽ ബോയ്സ്, ഗേൾ ആണെങ്കിൽ ഗേൾസ്, അങ്ങനെ. അത് ഒരു വേർഡിന്റെ കൂടെ അതിന്റെ കൂടെ എസ് യൂസ് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് ഡോഗ് ആണെങ്കിൽ ഡോഗ്സ്, ലെഗ് ആണെങ്കിൽ ലെഗ്സ്, കൗ ആണെങ്കിൽ കൗസ്, അങ്ങനെ എസ് യൂസ് ചെയ്ത് ആഡ് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. അതുപോലെ അടുത്തത് എസ്, സെഡ്, എക്സ്, സി എച്ച്, എസ് എച്ച് തുടങ്ങിയ വേർഡ്സിൽ എൻഡ് ചെയ്യുന്നതിന്
അതിന്റെ ഒപ്പം ES ആഡ് ചെയ്യണം. അതായത് ബസ്സസ്, ടാക്സസ്, കിസ്സസ്, സ്വിച്ചസ്, അതൊക്കെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് വൈയിൽ അവസാനിക്കുന്നത്, അത് വൈയിൽ അവസാനിക്കുന്ന വേർഡിന്റെ ഒപ്പം IES യൂസ് ചെയ്യാം. അതായത് ബേബീസ്, പപ്പീസ്, ഫെയറീസ്, പാർട്ടീസ് തുടങ്ങിയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് വരുന്നത് FE. അതില് അങ്ങനെ വരുന്ന വേർഡില് ലാസ്റ്റ് VS ആഡ് ചെയ്യണം. അതായത് അതിന് എക്സാമ്പിൾ നൈഫ്, നൈഫ്സ്, ട്യൂസ്, വൈഫ്, വൈഫ്സ്. പിന്നെ ഒഴിവാക്കപ്പെട്ട കുറച്ച് ഇതുണ്ട്. അതായത് പിയാനോ, അതിന് പിയാനോസ്, ഷെഫ്, ഷെഫ്സ്, സ്റ്റാഫ്, സ്റ്റാഫ്, പ്രൂഫ്, പ്രൂഫ്സ് എന്നൊക്കെ അതിനുള്ള എക്സാമ്പിൾ ആണ്. അടുത്തത് ഓക്ക് മുമ്പ് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്യും. അതായത് മാംഗോസ്, പൊട്ടറ്റോസ്, ടൊമാറ്റോസ്, ഹീറോസ് തുടങ്ങിയ. പിന്നെ അടുത്തതായി പറയുന്ന വവലിന്റെ കൂടെ S ആഡ് ചെയ്യണം. അതായത് വീഡിയോ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ വീഡിയോസ്, കങ്കാരു കങ്കാരൂസ്. ഈ ഡിഫറെന്റ് പ്ലൂരൽ ആണ്. അതായത് വുമൺ ആണെങ്കിൽ അതിന്റെ പ്ലൂരൽ വിമൺ, മാൻ ആണെങ്കിൽ മാൻ, ചൈൽഡ് ആണെങ്കിൽ ചിൽഡ്രൻ. ചിൽഡ്രന്റെ കൂടെ S ആഡ് ചെയ്യാൻ പാടില്ല. ചൈൽഡ് ആണെങ്കിൽ ചിൽഡ്രൻ ആയിരിക്കും അതിന്റെ പ്ലൂരൽ. പേഴ്സൺ ആണെങ്കിൽ പീപ്പിൾ ആയിരിക്കും. അതുപോലെ ഒരു ചേഞ്ചും ഇല്ലാത്ത വരുന്നതാണ് ഷീപ്പ്, ഫിഷ്, ഫിഷീസ്. അത് പിന്നെ വരുന്നത് അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ നൗൺ ആക്കാൻ പറ്റും. അതായത് യൂസ് ഓഫ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. അതായത് അബ്യൂസ് എന്ന് പറയുമ്പോൾ സ്ട്രീം ഓഫ് അബ്യൂസ്. ഇപ്പൊ ഒരു ഫേർണിച്ചർ എന്ന് പറയുമ്പോൾ പീസ് ഓഫ് ഫേർണിച്ചർ, ഹ്യൂമർ എന്ന് പറയുമ്പോൾ ജോക്ക്. അങ്ങനെ അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ വരുന്നതാണ് ജെൻഡേഴ്സ്. അത് പിന്നെ മെയിൽ ജെൻഡേഴ്സ്. അതായത് മസ്കുലിൻ ജെൻഡേഴ്സ്, അതാണ് ഫസ്റ്റ് വരുന്നത്. 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ ആൻഡ് കോമൺ ജെൻഡർ. മസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാല് അതായത് ജീവനുള്ള എല്ലാത്തിനും ഒരു ജെൻഡേഴ്സ് ഉണ്ട്. അതായത് മെയിൽ ആയിട്ടുള്ള മെയിൽ ജെൻഡറിന് മസ്കുലിൻ ജെൻഡർ എന്ന് പറയുന്നത്. അത് ബ്രദർ, ഫാദർ, ഡോഗ്, കോക്ക് തുടങ്ങിയവയൊക്കെ മസ്കുലിൻ ജെൻഡറിന് ഉദാഹരണമാണ്. ഫെമിനിൻ ജെൻഡറിന് ഫീമെയിൽ പേഴ്സൺ അല്ലെങ്കിൽ അനിമലിനെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നത്. അതായത് മദർ, സിസ്റ്റർ, ഡോട്ടർ, അങ്ങനെ. ന്യൂട്രൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഏതൊരു വസ്തുവും ന്യൂട്രൽ ജെൻഡർ ആണ്. അതായത് ഫോൺ, ബുക്ക്, ഷോപ്പ്, കോളേജ്, ഹോസ്പിറ്റൽ തുടങ്ങിയവയൊക്കെ. കോമൺ ജെൻഡർ എന്ന് പറഞ്ഞാല് കോമൺ ആയിട്ട് മെയിൽ, ഫീമെയിൽ ഏതും ആകാം. അതായത് ടീച്ചർ, ഫ്രണ്ട്, നേഴ്സ്, എനിമി. ഇത് മെയിലും ഫീമെയിലും ഏതും ആകാം. അതാണ് കോമൺ ജെൻഡർ. പിന്നെ വരുന്നത് ഫോർമേഷൻ ഓഫ് ജെൻഡേഴ്സ്. അതായത് അതിന്റെ കൂടെ ESS, മസ്കുലിൻ ജെൻഡറിന്റെ കൂടെ ESS യൂസ് ചെയ്യുന്നത്. അതായത് ഓതർ ആണെങ്കിൽ ഓതറസ്, ലയൺ ആണെങ്കിൽ ലാനസ്, അങ്ങനെ വരുന്നതാണ്. പിന്നെ ജെനറ്റീവ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഓണർഷിപ്പ് പറയാൻ വേണ്ടിയിട്ട്, അതായത് അപ്പോസ്ട്രോഫീസ് അല്ലെങ്കിൽ ഓഫ് പറഞ്ഞാല് അതാണ് ജെനറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ബേബീസ് ഐ എന്ന് പറയുമ്പോ അങ്ങനെയും പറയാം. നമുക്ക് ഐസ് ഓഫ് ബേബി എന്ന് പറയാം. അതായത് ചൈൽഡ്സ് ടോയ് എന്ന് പറയുമ്പോ ദ ടോയ് ഓഫ് എ ചൈൽഡ് എന്ന് പറയാം. അതാണ് അതിന്റെ എക്സാമ്പിള്. ഓക്കെ, നെക്സ്റ്റ് ദീപ്തി പറയുന്നുണ്ടോ? യെസ് മാം. നമ്മൾ പഠിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ ഈസ് the name of person, place or things is called noun. Noun is divided into 4: common noun, proper noun, abstract noun and collective noun. Common noun commonly യൂസ് ചെയ്യുന്നതാണ് common noun എന്ന് പറയുന്നത്. The example boy, town, tree. Proper noun the name of some particular person or place. Example
യമുന അങ്ങനെ. പിന്നെ കളക്റ്റീവ് നൗൺ ഒരു കൂട്ടത്തെയോ ഒരു സമൂഹത്തെയോ കാണിക്കുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രൂപ്പ്, ക്ലാസ്, എക്സെട്ര. അബ്സ്ട്രാക്ട് നൗൺ the name of quality or action or state. The example goodness, truth, wisdom, etc. പിന്നെ പഠിച്ചത് നമ്മൾ കൗണ്ട് ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റുന്നവയെ കൗണ്ടബിൾ എന്നും എണ്ണാൻ പറ്റാത്തവയെ അൺകൗണ്ടബിൾ എന്നും പറയുന്നു. കൗണ്ടബിളിന് എക്സാമ്പിൾ ആപ്പിൾ, ചെയർ, ബസ്, ബുക്ക്, എക്സെട്ര. അൺകൗണ്ടബിളിന് എക്സാമ്പിൾ ഇങ്ക്, ഗ്രാസ്, വാട്ടർ, എക്സെട്ര. പിന്നെ പഠിച്ചതാണ് സിംഗുലർ നൗൺസ്. ഒരെണ്ണത്തെ മാത്രം കാണിക്കുന്ന നാമത്തിനെയാണ് സിംഗുലർ നൗൺസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലൂരൽ നൗൺ ഒന്നിൽ കൂടുതൽ എണ്ണത്തെ കാണിക്കുന്ന നാമത്തിനെയാണ് പ്ലൂരൽ നൗൺ എന്ന് പറയുന്നത്. അതില് വേർഡ് പ്ലസ് എസ്, ഗേൾ, ഗേൾസ്, സ്റ്റുഡൻറ്, സ്റ്റുഡൻസ്, ട്രീ, ട്രീസ്, എക്സെട്ര. പിന്നെ എസ്, സെഡ്, എക്സ്, സി, എച്ച് ആൻഡ് എസ് എച്ച് എൻഡിങ് ഇ എസ് ആഡ് ചെയ്യണം. ബസ്, ബസ്സസ്, ബോക്സ്, ബോക്സസ്, ടാക്സ്, ടാക്സസ്. പിന്നെ കോൺസ്റ്റന്റ് വൈ അവസാനിക്കുമ്പോൾ ഐ എസ് ആഡ് ചെയ്യുക. ബേബി, ബേബീസ്, പപ്പി, പപ്പീസ്, എക്സെട്ര. വവൽ വൈ ആണ് വന്നെങ്കിൽ അതിൽ എസ് ചേർക്കണം. ബോയ്, ബോയ്സ്, ടോയ്, ടോയ്സ്, കീ, കീസ്, എക്സെട്ര. എൻഡിങ് വിത്ത് എഫ്, എഫ് ഇ ആഡ് വി ഇ എസ് ചേർക്കുക. വൈഫർ, വൈസ്, നൈസ്, ലീഡ്സ്, ലൈറ്റ്സ്, എക്സെട്ര. പിന്നെ കൺസണന്റ് ഓ വന്നാൽ ഇ എസ് ചേർക്കാം. മാംഗോ, മാംഗോസ്, പൊട്ടറ്റോസ്, ടൊമാറ്റോസ്, എക്സെട്ര. എൻഡിങ് വിത്ത് വവൽ ഓ വന്നാൽ എസ് ചേർക്കാം. സൂസൂസ്, റേഡിയോസ്, വീഡിയോസ്. പിന്നെ ജെൻഡർ. ജെൻഡേഴ്സ് ആർ 4 types: masculine gender, feminine gender, common gender, neuter gender. Masculine gender, the name of male, animals or person. Example boy, father, king, etc. Feminine gender, all name of female, animals or person. Example girl, mother, queen, etc. Common gender, പൊതുവായി സ്ത്രീക്കും പുരുഷനും പൊതുവായി പറയുന്നതാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. ഫ്രണ്ട്, സെർവന്റ്, സ്റ്റുഡന്റ്, എക്സെട്ര. ന്യൂട്ടർ ജെൻഡർ, the name of a thing that is neither male or female. The example pen, store, table, etc. പിന്നെ ഡിറ്റർമിനേഴ്സ്, നൗണിന് മുൻപിൽ യൂസ് ചെയ്യുന്നതാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫോർമേഷൻ ഓഫ് ജെനിറ്റീവ് ആണ് പിന്നെ പഠിച്ചത്. അതില് അബ്സോർബൻസി എസ് കൂട്ടി പറയുന്നതാണ് ജെനിറ്റീവ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉണ്ടായി നോട്ട് വെച്ച് പറഞ്ഞതാണ്. താങ്ക് യു. ഓക്കെ ദീപ്തി, എല്ലാവരും പ്രസന്റ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. മീൻസ് നിങ്ങൾക്ക് എടുത്ത പോർഷൻസ് അല്ല, അടുത്ത പോർഷൻ എത്രത്തോളം മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ക്ലാസ് ക്ലിയർ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് അടുത്തത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നൗണിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ചാപ്റ്ററിൽ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് പ്രോണൗൺ കൂടി ഉണ്ട്, അതുകൊണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകൂ. അതിനുശേഷം മാത്രമേ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഈ നൗണിനെ പറ്റി ഇനി ക്ലാസ്സിൽ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം, നമുക്കത് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ പ്രോണൗൺ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ക്ലിയർ ആണ്, ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നല്ല, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് സൈൻ ഔട്ട് പറഞ്ഞാലോ? സൈൻ ഔട്ട് ആരാ പറയാ? ആരും പറയുന്നില്ല? സൈനായിട്ട് പറയാൻ എല്ലാ ദിവസവും ചോദിക്കുമ്പോ ആരും പറയാറില്ല. പിന്നെ ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞവര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? യെസ് മാം. ആക്റ്റീവ് ആണോ ഗ്രൂപ്പ്?
ഗ്രൂപ്പില് എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൈൻ ഔട്ട് സൈൻ ഇൻ ഒക്കെ പറയാൻ എല്ലാവർക്കും താല്പര്യക്കുറവാണ്. ചിലരൊക്കെ ചെയ്യും. അല്ലാണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ സെമിനാർ അങ്ങനെയൊക്കെ മിസ്സുമാർ തരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കലാണ് ഗ്രൂപ്പിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മള് ക്ലാസ്സിൽ സൈൻ ഔട്ടും പ്രയർ സൈനിങ് തോട്ട് ഓഫ് ദി ഇതെല്ലാവരും പറയണം. ഒരാൾ തന്നെ ആവരുത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ ക്ലാസ്. എല്ലാവരും ആക്റ്റീവ് ആയേ. എല്ലാവർക്കും പറഞ്ഞൂടെ? നല്ലതല്ല ഇങ്ങനെ പറയുന്നത്. അത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും. എല്ലാവരും ടീച്ചേഴ്സ് ആണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം കേട്ടോ. സ്റ്റുഡൻസ് അല്ല, ടീച്ചേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ആ രീതിയിൽ ക്ലാസ്സിൽ ബിലീവ് ചെയ്യാൻ നോക്കാം. എല്ലാവരും തന്നെ എന്താണ് തോട്ട് ഓഫ് ദി ആണെങ്കിലും സൈൻ ആണെങ്കിലും പറയണം, പറഞ്ഞേ പറ്റൂ. ഓക്കെ, ഇതിപ്പോ പറഞ്ഞവരിങ്ങനെ പറയുമ്പോ അവർക്ക് മടിയാവുകയുള്ളൂ. സോ പിന്നീട് അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എന്നുവെച്ചാല് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകില്ല, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ പറയാം മിസ്സേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഇപ്പൊ പറയാനാണെങ്കിൽ മിസ്സിനോട് താങ്ക് യു പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോ എല്ലാവരും സ്റ്റുഡൻസ് ആണല്ലോ. ശരിക്കും ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പം മിസ്സ് പഠിപ്പിച്ചു തന്നാൽ ഞങ്ങൾക്കൊക്കെ എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എല്ലാവരും അവരവരുടേതായ രീതിയിൽ ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായി. അതിലെ തെറ്റുകുറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ പറയാത്ത എന്താണ് അല്ലെങ്കിൽ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിപ്പോയെന്ന് അടുത്തൊരാൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പറയാൻ കാരണം മിസ് നന്നായിട്ട് ക്ലാസ് പഠിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ മനസ്സിലായത്. അതിന് മിസ്സിനും താങ്ക് യു. പിന്നെ ക്ലാസ്സിൽ ഇപ്പൊ കുറച്ചു പേരെ പറഞ്ഞുള്ളെങ്കിലും എല്ലാവർക്കും പറയാനായിട്ട് എല്ലാവരും അതൊന്ന് മുന്നോട്ട് വന്നല്ലോ. മിസ് പറഞ്ഞാലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചാലും 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടി അതിൽ കൂടുതൽ സമയം ഇത്രയും നേരം കുറച്ച് പേര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സൈൻ ഇന്നും സൈൻ ഔട്ടും പറയണ ആ ഒരു ടൈമിലല്ല, ഒരു പോർഷൻസിന്റെ കുറെ ഭാഗങ്ങൾ അറിയാവുന്ന രീതിയിൽ എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കൂടി നമുക്ക് മലയാളത്തിൽ മനസ്സിലായാൽ മതിയല്ലോ, അത് മനസ്സിലാക്കിയിരുന്നാൽ മതിയല്ലോ. മിസ് പറയുന്നവരെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ലോ. ഇംഗ്ലീഷിൽ അത് എന്താന്നുള്ള ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നേക്കാളും അത് മനസ്സിലാക്കി ഓർത്ത് ഇതാണല്ലോ എന്ന് എങ്കിലാണല്ലോ. ഇപ്പം മാം പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റിലാണേലും അത് ആലോചിച്ചും എഴുതണമെങ്കിലും കാര്യം മനസ്സിലാക്കണമല്ലോ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്കിപ്പോ കൂടുതൽ അതിനെക്കുറിച്ച് അതെന്താന്ന് ഡിഫൈൻ ചെയ്ത് പറയുന്നേക്കാളും മലയാളത്തിൽ നമ്മളത് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാവരും തന്നെ അങ്ങനെയാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് മിസ്സിന് വലിയൊരു താങ്ക് യു. മിസ് ആ രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ്. അപ്പൊ ക്ലാസ് എടുത്ത എല്ലാവർക്കും പിന്നെ മിസ്സിന് ഒരിക്കൽ കൂടി താങ്ക് യു. മാം എനിക്കൂടെ പറയാണ്ട് എൻ്റെ കയ്യിൽ നോട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവരും ക്ലാസ് എടുത്ത് വെച്ചാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഹാപ്പിയാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഈ പ്രസന്റ് ചെയ്ത് വരുന്ന എക്സ്പീരിയൻസ് പറയണം കേട്ടോ. അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, ടൈമില്ല, ഞാൻ ടൈമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് പ്രസന്റ് ചെയ്തപ്പോ, നമുക്ക് ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് എക്സ്പീരിയൻസ് പറയാം. അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം നമുക്ക്. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.